പ്രിയ നടൻ സലിംകുമാറിന്റെ വിയോഗം തെന്നിന്ത്യൻ ചലച്ചിത്ര ലോകത്തെ ആകെ സങ്കടത്തിലാക്കിയിരുന്നു. സിനിമാക്കാരൻ എന്നതിലുപരിയായി നിലപാടുകളുടെ താരം കൂടിയായിരുന്നു സലിംകുമാർ. കേവലം 56-ാം വയസ്സിൽ അദ്ദേഹം ലോകത്തോട് വിട പറയുമ്പോൾ ജാതിയോ മതമോ ഇല്ലാതെ മക്കൾ ചിതയൊരുക്കി ഔദ്യോഗിക ബഹുമതികളോടെയാണ് ഈ നാട് അദ്ദേഹത്തിന് വിട നൽകിയത്. എന്നാൽ സലിംകുമാറിന്റെ കരിയറിൽ നിർണായകമായി മാറിയ പറവൂർ ടൗൺ ഹാളിലേക്ക് മൃതദേഹം എത്തിച്ചപ്പോൾ അവിടെ അരങ്ങേറിയത് പതിവ് സെലിബ്രിറ്റി മരണങ്ങളിൽ സംഭവിച്ച നാണക്കേടിന്റെ ആവർത്തനമായിരുന്നു. മരണവീട്ടിലെയും പൊതുദർശന വേദിയിലെയും വികാരങ്ങൾ പോലും മാനിക്കാതെ ചാനൽ ക്യാമറകളും ആയിരക്കണക്കിന് യൂട്യൂബർമാരും മൊബൈൽ ഫോണുകളുമായി ഇരച്ചുകയറിയത് വലിയ അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയത്. മരിച്ചുപോയൊരു മനുഷ്യന്റെ ഉറ്റ ബന്ധുക്കളുടെ ദുഃഖം തിരിച്ചറിയാൻ കഴിയാതെ അവരുടെ മുഖത്തേക്ക് ക്യാമറകൾ കുത്തിപ്പിടിച്ചുകൊണ്ട് നടന്നവർക്കെതിരെ സലിംകുമാറിന്റെ മകൻ ചന്തു പരസ്യമായി പ്രതികരിച്ചു. നിങ്ങൾക്ക് എന്ത് വേണം, ഒന്ന് മാറി നിൽക്കൂ എന്ന് ചന്തു പൊട്ടിത്തെറിച്ച് പറഞ്ഞതോടെയാണ് മാധ്യമപ്പട അല്പമെങ്കിലും പിന്നോട്ട് മാറിയത്. മരണവീടുകളിലെ ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ അതിക്രമം അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി തന്നെ കർശനമായ ഇടപെടൽ നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന ചർച്ചകൾക്കും ഇത് വഴി തുറന്നു. ഈ കടുത്ത ബഹളത്തിനിടയിലും പറവൂരിലെ ജനങ്ങൾ കണ്ടത് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ തികച്ചും ജനകീയവും മാതൃകാപരവുമായ ഇടപെടൽ തന്നെയാണ്. സലിംകുമാർ വെറുമൊരു നടൻ മാത്രമല്ല, സതീശന്റെ ഉറ്റ സുഹൃത്തും സഹോദര തുല്യനുമായിരുന്നു. ഒരു കാരണവരെ പോലെയാണ് സതീശൻ അവിടെ കാര്യങ്ങൾ നിയന്ത്രിച്ചത്. മുൻപ് സെലിബ്രിറ്റികൾ മരിക്കുമ്പോൾ പിണറായി വിജയൻ എത്തുന്ന ശൈലി നമ്മൾ കണ്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് പോലീസുകാർ സകലരെയും വകഞ്ഞു മാറ്റി ഉറ്റ ബന്ധുക്കളെ പോലും മാറ്റിനിർത്തി പോലീസിന്റെ തേർവാഴ്ചയ്ക്കിടയിലൂടെ നെഞ്ചുവിരിച്ച് പുഷ്പചക്രം സമർപ്പിച്ച് മടങ്ങുന്ന പിണറായി ശൈലിയിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു വി.ഡി. സതീശൻ. VVIP സംസ്കാരങ്ങളൊന്നുമില്ലാതെ സാധാരണക്കാരനെ പോലെ അദ്ദേഹം സലീമിന്റെ കുടുംബത്തിനൊപ്പം നിന്നു. തന്റെ പ്രിയ സുഹൃത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ ആൾക്കൂട്ടത്തിന് നടുവിലേക്ക് ഒരു പൈലറ്റ് വാഹനം പോലുമില്ലാതെ സാധാരണക്കാരനായി കടന്നു വന്ന സതീശൻ ജനങ്ങളോട് പ്ലീസ് വഴി തരൂ എന്ന് അഭ്യർത്ഥിച്ചാണ് മുന്നോട്ട് നീങ്ങിയത്. സലിംകുമാറിന്റെ മക്കളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയും ഭാര്യയെ ചേർത്ത് പിടിക്കുകയും ചെയ്ത ശേഷം അദ്ദേഹം ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി അവിടെ നിലയുറപ്പിച്ചു. അതിനിടയിൽ ഒരു മരണവീടാണെന്ന ഔചിത്യബോധമില്ലാതെ മുഖ്യമന്ത്രിക്ക് ഷാൾ അണിയിക്കാൻ വന്നൊരു രാഷ്ട്രീയ പ്രവർത്തകനെ സതീശൻ അപ്പോൾ തന്നെ ദേഷ്യപ്പെട്ട് വിലക്കി. ടൗൺ ഹാളിലെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയാതെ വന്നപ്പോൾ സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ രംഗത്തിറങ്ങി മാറി നിൽക്കൂ എന്ന് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ് രംഗം ശാന്തമാക്കി. സ്വന്തം സുരക്ഷയെക്കുറിച്ച് അല്പം പോലും ആശങ്കയില്ലാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കാണിച്ച ആ ഇച്ഛാശക്തിയാണ് വി.ഡി. സതീശനെ യഥാർത്ഥ ഭരണാധികാരിയാക്കുന്നത്.